നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സീറ്റുമില്ല, ഒരു കോപ്പുമില്ല. കണ്ണൂരിൽ തല തല്ലി പെട്രോൾ പമ്പ് ദിവ്യ. ചിന്തയും ആരെയും കഥ കടച്ചിട്ട് കരച്ചിലാണ്. സഖാത്തികളെ എല്ലാം വെട്ടിപ്പുറത്തിട്ടിരിക്കുകയാണ് പാർട്ടി. നാവാട്ടം കൂടുതലായതുകൊണ്ട് മൂലക്കിരിക്കേണ്ടി വന്ന കമ്മിണികൾക്ക് നല്ല നമസ്കാരം. CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അടിമേടിച്ചു കൂട്ടുന്നത് ഇപ്പോൾ കമ്മിണികളാണ്. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു. നേമത്ത് സീറ്റിന് വാ പൊളിച്ച ആര്യ, കണ്ണൂരിൽ സീറ്റ് പ്രതീക്ഷിച്ച കൊലകൊല്ലി ദിവ്യ, കൊല്ലത്ത് മനക്കോട്ട കെട്ടിയ ചിന്ത, അങ്ങനെ പടക്കക്കട ഗുദാഹവ എന്ന് ട്രോളോട് ട്രോള്. യുവനിരയെ പരീക്ഷിച്ചും സ്ത്രീകൾക്ക് സീറ്റ് കൊടുത്തും നവോത്ഥാനം തള്ളുന്ന CPM ഇക്കുറി യുവനിരയെ തിരിഞ്ഞു നോക്കിയില്ല. കാരണം ഒന്നേ ഉള്ളൂ, ഇതിലൊരെണ്ണത്തിനെ മലയാളിക്ക് കണ്ടുകൂടാ. നാവാട്ടം കൊണ്ടും പട്ടിഷോ കാണിച്ചും ലേഡി പിണറായി കളിച്ചും പുളച്ചപ്പോൾ ജനങ്ങൾ ദേ ഇതുപോലെ പണി തരുമെന്ന് ഓർത്തു കാണില്ല അല്ലേ? പാർട്ടി ഉണ്ടെങ്കിൽ എല്ലാം ആയെന്ന അഹന്തയ്ക്ക് കിട്ടിയ അടിയാണിത്. കിട്ടിയത് ഇരിപ്പതാണ്. അതുകൊണ്ട് അടുത്ത കാലത്തൊന്നും സഖാത്തികൾക്ക് തല പൊക്കാൻ കഴിയില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മോഹിച്ചിരുന്നു പെട്രോൾ പമ്പ് ദിവ്യ. കണ്ണൂരിലെ മുതിർന്ന നേതാക്കളുടെ പ്രിയങ്കരിയായിരുന്നല്ലോ ദിവ്യ. PK ശ്രീമതിയുടെയും ശ്യാമളയുടെയും ഒക്കെ ശിങ്കിടി. നവീൻ ബാബു വിഷയം ഉണ്ടായില്ലെങ്കിൽ ഉറപ്പായും ഒരു സീറ്റ് കിട്ടിയേനെ. പക്ഷേ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് മൂലക്കിരുന്ന് മോങ്ങാനാണ് വിധി. ഒരു സീറ്റ് ഒപ്പിക്കുന്നതിന് വേണ്ടിയും ജനപ്രിയ പരിവേഷം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണല്ലോ കൈക്കൂലി വാങ്ങിയെന്നും പറഞ്ഞ് നവീൻ ബാബുവിന്റെ നെഞ്ചത്തോട്ട് പോയി കയറിയത്. വീഡിയോ എടുത്ത് വൈറലാക്കി ഷോ കാണിക്കാൻ കളിച്ച കളി സ്വന്തം മൂട്ടിലാണ് പൊട്ടിയത്. ഇപ്പോൾ ദിവ്യയുടെ തലവെട്ടം പുറത്ത് കണ്ടാൽ ജനം പുളിച്ച തെറി വിളിക്കും. അതാണ് അവസ്ഥ. പ്രതിഷേധം കനത്തപ്പോൾ ദിവ്യക്കെതിരെ പാർട്ടിക്ക് നടപടി എടുക്കേണ്ടിയും വന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കസേരയും പോയി പാർട്ടി തരം താഴ്ത്തി ഒടിച്ചുകുത്തി വേലിയിൽ വെച്ചു. എന്നിട്ടെങ്ങാണ്ട് അഹങ്കാരം തീർന്നു. സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്തായിരുന്നു ഷോ? വെല്ലുവിളി, ബഹളം, ഭീഷണി, പുച്ഛിക്കൽ, പരിഹസിക്കൽ. ജനങ്ങൾ വിടുമോ? അവർ വീണ്ടും വലിച്ചു കീറി. കണ്ണൂരിലെ സ്ഥാനാർത്ഥി പട്ടിക പരിഗണിച്ചപ്പോൾ അതിൻ്റെ 7 അയലത്ത് പോലും PP ദിവ്യയെ അടുപ്പിച്ചില്ല, പരിഗണിച്ചില്ല. ദിവ്യയുടെ ശിങ്കിടികൾ പേരുയർത്തി കാണിക്കാൻ ശ്രമിച്ചുവെങ്കിലും മുതിർന്ന നേതാക്കൾ പൂരപ്പാട്ട് പാടി ഓടിച്ചു. ഇനി ഏത് കാലത്ത് പെട്രോൾ പമ്പ് ദിവ്യയ്ക്ക് മത്സരിക്കാൻ പറ്റുമോ എന്തോ? എല്ലാം അങ്ങ് ഒതുങ്ങി പതിയെ പതിയെ തല പൊക്കാം, വീണ്ടും മത്സരത്തിൽ അതായത് തെരഞ്ഞെടുപ്പിലൊക്കെ ഒന്ന് തല കാണിക്കാം എന്നൊക്കെയുള്ള വലിയ മനക്കോട്ട കെട്ടി കാത്തിരിക്കുകയായിരുന്നു ദിവ്യ. പക്ഷേ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ തന്നെ പാടെ മാറ്റി നിർത്തി. പുറത്ത് കാണിക്കാൻ കൊള്ളാത്ത തലയാണ് ദിവ്യയുടേതെന്ന് നേതാക്കൾക്ക് തന്നെ പറയേണ്ടി വന്നു. എന്തിന്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പോലും കൊണ്ട് കാണിക്കാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ ദിവ്യയുടെ അവസ്ഥ. ഒരു കോർപ്പറേഷൻ തന്നെ കൊണ്ടു കളഞ്ഞ ആര്യ രാജേന്ദ്രനോടുള്ള കലി തീരാതെ നിൽക്കുകയാണ് തിരുവനന്തപുരത്തെ മുതിർന്ന നേതാക്കൾ. ആര്യയെ നേമത്ത് നിർത്തുമെന്നൊക്കെ വലിയ ചർച്ചകളൊക്കെ മുൻപ് നടന്നിരുന്നല്ലോ. പക്ഷേ കയ്യിലിരിപ്പിന് ഇപ്പോൾ പാർട്ടി ആപ്പീസിൽ പോലും കയറാൻ പറ്റാത്ത ഗതികേടാണ്. യദുവുമായി കൊമ്പ് കോർത്ത് അനാവശ്യ വിവാദമുണ്ടാക്കി ജനങ്ങളുടെ വെറുപ്പ് മേടിച്ചു കൂട്ടി. കോർപ്പറേഷനിലെ അഴിമതികൾ, പിൻവാതിൽ നിയമനം, കയ്യിട്ട് വാരൽ, മുക്കൽ, നക്കൽ, ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നവോത്ഥാനം, സ്ത്രീപക്ഷം ഞങ്ങൾ ഉണ്ടാക്കിയെന്നും പറഞ്ഞ് ഹീറോയിസം കാണിച്ച CPMനെ തിരുവനന്തപുരത്ത് സീറോയാക്കി പ്രായം കുറഞ്ഞ മേയർ. ഏറ്റവും പ്രായം കുറഞ്ഞ അഴിമതിക്കാരി എന്ന പേരാണ് ഒടുക്കം കിട്ടിയത്. മേയർ കസേര കിട്ടിയതോടെ താഴത്ത് നിലത്തുമായിരുന്നില്ലല്ലോ ഒരു വലിയ പദവി. അതിൻ്റെ വില പോലും മനസ്സിലാക്കാതെ ഷോ കാണിക്കലും അഹങ്കാരവും കൈമുതലാക്കുകയായിരുന്നു ആര്യ രാജേന്ദ്രൻ. സ്വന്തം പാർട്ടിക്കാരെ പോലും അടുപ്പിക്കാതെ, താഴെ തട്ടിലുള്ള പ്രവർത്തകരെ അടുപ്പിക്കാതെ മുതിർന്ന നേതാക്കളെയും തിരുവനന്തപുരത്തെ കോർപ്പറേറ്റുകളെയും മണിയടിക്കലായിരുന്നു മെയിൻ തൊഴിൽ. പൊങ്കാലക്കള്ളി, അഴിമതിക്കാരി, കുണുവാവ, ലേഡി പിണറായി പരിഹാസങ്ങൾ ആര്യയ്ക്ക് ജനം ചാർത്തിക്കൊടുത്തു. പിണറായി വിജയൻ, MV ഗോവിന്ദൻ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ, മന്ത്രി മുഹമ്മദ് റിയാസ് ഇവരുമായിട്ടൊക്കെ നല്ല ബന്ധം. ആ ബന്ധം തന്നെ തുണയ്ക്കുമെന്നും നേമത്ത് സീറ്റൊപ്പിക്കാൻ ഉപകരിക്കുമെന്നും മനക്കോട്ട കെട്ടി. പക്ഷേ ദേ കിടക്കുന്നു നടുവും തല്ലി താഴോട്ട്. ആര്യയെ നിർത്താൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ തോൽപ്പിച്ച് മൂലക്കിരുത്തുമെന്ന് തിരുവനന്തപുരത്തെ സഖാക്കൾ തന്നെ പച്ചയ്ക്ക് പറഞ്ഞു. അങ്ങനെ ആര്യ ഔട്ട്. തിരുവനന്തപുരത്ത് നിന്ന് പ്രവർത്തന മണ്ഡലം ഭർത്താവിൻ്റെ നാട്ടിലേക്ക് മാറ്റാൻ ആര്യ തയ്യാറെടുത്തു. ഇങ്ങോട്ട് കെട്ടിയെടുക്കല്ലേ എന്ന് ബാലുശ്ശേരിക്കാർ തുറന്നടിച്ചു. കോഴിക്കോടിനും വേണ്ട. കിട്ടിയ പദവിയുടെ മഹത്വം മനസ്സിലാക്കാതെ ജനങ്ങളെ ചേർത്ത് നിർത്താതെ ധാർഷ്ട്യം കാണിച്ചതിനുള്ള അടിയാണ് ആര്യ മേടിച്ചു കൂട്ടിയത്. ജനങ്ങൾ അത്രത്തോളം വെറുത്തു ആര്യ രാജേന്ദ്രൻ എന്ന പാർട്ടിക്കാരിയെ.
സ്വന്തം പാർട്ടിക്കാർക്ക് കണ്ടുകൂടാ, പിന്നെയല്ലേ ജനങ്ങൾക്ക്? ഒന്ന് ഓർത്തു നോക്കണം, തിരുവനന്തപുരം 4 പതിറ്റാണ്ട് CPMന്റെ കയ്യിലിരുന്നതാണ്. അതാണ് പുഷ്പം പോലെ BJP പിടിച്ചെടുത്തുകൊണ്ട് പോയത്. ഒറ്റ കാരണമേ ഉള്ളൂ, ആര്യ രാജേന്ദ്രൻ. കോർപ്പറേഷനിലെ ജനങ്ങൾ അത്രത്തോളം വെറുത്ത വേറൊരു നേതാവ് കാണത്തില്ല. ആര്യയുടെ പ്രവർത്തനത്തിനുള്ള ഗപ്പാണ് തിരുവനന്തപുരത്തുകാർ കൊടുത്തത്. അത്രയും വലിയ ഗപ്പ് മേടിച്ചുകൊണ്ട് വന്നതിനാണ് AKG സെന്ററിൽ നിന്ന് വലിച്ചു പുറത്തേക്കിട്ടത്. ആര്യ രാജേന്ദ്രനെ ഒന്നും ഇപ്പോൾ എവിടെയും കാണാനില്ലല്ലോ. മേയർ കസേരയിൽ ഇരുന്നപ്പോൾ ആര്യയുടെ തല, ആര്യയുടെ ഫുൾ ഫിഗർ, PR ടീമിനെ ഇറക്കി എന്തെല്ലാം ഷോ കാണിക്കലായിരുന്നു. പക്ഷെ ഇപ്പോൾ വെടിയും പുകയോ ഒന്നുമില്ല. ചിന്താ ജെറോം പിന്നെ വർഷങ്ങളായി കൊല്ലത്ത് സീറ്റ് മോഹിക്കുന്ന ആളാണ്. MA ബേബിയാണ് ചിന്തയുടെ ഗോഡ് ഫാദർ. ഈ പറയുന്ന ബേബിക്ക് പോലും പാർട്ടിയിൽ ഇന്ന് വലിയ റോളൊന്നുമില്ല. പിണറായി വെട്ടി ഒതുക്കി ചിതറിച്ചു വെച്ചിരിക്കുകയാണ്. ചിന്താ ജെറോം എവിടെ പരിപാടി അവതരിപ്പിച്ചോ അവിടെ എല്ലാം തോൽവിയാണ്. പാർട്ടിക്ക് നേരെ ജനം വിമർശനം ചൊരിഞ്ഞാൽ ഞങ്ങളെ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് എന്നുള്ള ഡയലോഗടിയാണ്. അതായത് കൊടുത്തിട്ട് അത് വിളിച്ചു കൂവി നടക്കൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ MM മണി പറഞ്ഞില്ലേ, ഞങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം വാങ്ങി നക്കിയിട്ട് ജനങ്ങൾ നന്ദികേട് കാണിച്ചു എന്ന്. അതേ ഐറ്റമാണ് ചിന്തയും. പറച്ചില് കേട്ടാൽ തോന്നി ഇവരുടെ കുടുംബത്തു നിന്നെടുത്താണ് ഇതൊക്കെ കൊടുത്തതെന്ന്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഡോക്ടറേറ്റിൽ വിവാദം. യുവജന കമ്മീഷൻ അധ്യക്ഷ കസേരയിൽ കയറിയിരുന്ന് വിവാദം. കൊല്ലം തങ്കശ്ശേരിയിലെ സ്വകാര്യ റിസോർട്ടിൽ താമസിച്ച് വിവാദം. അങ്ങനെ വിവാദങ്ങളുടെ പെരുമഴ. വാ തുറന്ന് വിവരക്കേട് പറയലാണ് ചേച്ചിയുടെ മെയിൻ പണി. അതുകൊണ്ട് പാർട്ടിക്കാർക്ക് തന്നെ പേടിയാണ് ചിന്താ ജെറോമിനെ. വിവരക്കേട് പറയുമെന്നേ ഉള്ളൂ. ആര്യ, ദിവ്യ ഈ സഖാത്തികളെ പോലെ അത്ര ഡേഞ്ചർ അല്ല. യുവജന കമ്മീഷൻ അധ്യക്ഷ കസേരയിൽ കയറിയിരുന്ന് ലക്ഷങ്ങളാണ് സർക്കാർ ഖജനാവിൽ നിന്ന് അക്കൗണ്ടിലേക്ക് ഒഴുകിയത്. എന്തിനായിരുന്നോ ചിന്തയെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. കേരളത്തിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നങ്ങളിലും ചിന്ത ഇടപെട്ടിട്ടേയില്ല. പ്രഹസനത്തിന് വേണ്ടി വെറുതെ കുറെ സെമിനാറുകൾ, ചർച്ച ഇതൊക്കെ നടത്തലായിരുന്നു മെയിൻ പണി. പാർട്ടിക്കാരെ പിന്നെ കുറച്ചെടുത്ത് തള്ളിക്കയറ്റി. ചിന്ത യുവജന കമ്മീഷൻ കസേരയിൽ ഇരിക്കുന്ന കാലത്താണ് PSC ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിൽ മുട്ടിലിഴഞ്ഞു വരെ സമരം നടത്തിയത്. അവരുടെ പ്രശ്നം പോലും പരിഹരിക്കാൻ ഇടപെടാത്ത അധ്യക്ഷയായിരുന്നു യുവജന കമ്മീഷൻ കസേരയിൽ കയറിയിരുന്നത്. കൊല്ലത്തെ സീറ്റ് മോഹം ചിന്തേച്ചി കാലങ്ങളായി കൊണ്ടു നടക്കുന്നതല്ലാതെ പാർട്ടി അടുപ്പിക്കുന്നതേയില്ല. അങ്ങനെ കമ്പനികളെയെല്ലാം നേതാക്കന്മാർ മുളയിലെ നുള്ളിയിട്ടുണ്ട്. അങ്ങനെ നുള്ളിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ ഈ സഖാത്തികൾ തന്നെയാണ്. കേരളത്തിലെ ഏതെങ്കിലും ജനങ്ങൾക്ക് പ്രിയങ്കരായിട്ടുള്ള ഏതെങ്കിലും വനിതാ നേതാക്കൾ ഈ CPMലുണ്ടോ? ഈ PR വർക്കുകാർ തള്ളിമറിക്കുന്നതല്ലാതെ സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് പോലും ഈ സഖാത്തികളോട് അവമതിപ്പാണ്. അവരെ കണ്ടുകൂടാ, അതാണ് അവസ്ഥ. വീണ ജോർജിന് മാത്രമാണ് എന്തായാലും സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു അവസരം കിട്ടിയത്. അത് വീണ്ടും സഭയെ ഒന്ന് പ്രീണിപ്പിക്കാൻ പിണറായി കൊടുത്ത സീറ്റാണ് എന്നുള്ള ഒരു വലിയ വിമർശനം ഇപ്പോൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏത് സ്ത്രീകളുടെ വിഷയത്തിലാണ് ഈ പറയുന്ന സഖാത്തികൾ ഇടപെട്ടിട്ടുള്ളത്? ആകെ ഇവർക്ക് പറയാനുള്ളത് ഒരു ശൈലജ ടീച്ചറിനെ മാത്രമാണ്. ശൈലജ ടീച്ചറിനെ കേരളത്തിലെ ജനങ്ങൾ നെഞ്ചോട് ചേർക്കുന്ന ഒരു നേതാവ് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷെ ബാക്കി എല്ലാം മരവാഴകൾ എന്ന് പറയേണ്ടി വരും. കാരണം വകതിരിവ് ലെവലേശമില്ലാതെ വായിൽ വരുന്നത് വിളിച്ചുകൂവി നടക്കുന്ന കുറേ സഖാത്തികൾ. ഇവിടെ കേരളത്തിലെ സ്ത്രീകളുടെ ഏതൊക്കെ വിഷയത്തിലാണ് ഇവർ ഇടപെട്ടിട്ടുള്ളത്? തന്നെയും പിന്നെയും കടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കുറെ അതിജീവിതകളുടെ പിന്നാലെയാണ്. അതിജീവിതകളെ കോടതി തന്നെ അടിച്ചോടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പോഴും ഈ അതിജീവിതകൾക്ക് വേണ്ടി മാത്രമാണ് നിന്ന് കരച്ചിൽ. പക്ഷേ ഗണേശന്റെ കുൽസിത പ്രവർത്തികൾ പുറത്തേക്ക് വന്നപ്പോൾ, ഗണേശൻ ഭാര്യയെ തൻ്റെ പേഴ്സണൽ സ്റ്റാഫുകളെ ഉപയോഗിച്ച് മർദ്ദിച്ച വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ടും ഈ പറയുന്ന ഏതെങ്കിലും ഒരു സഖാത്തികൾ എവിടെയെങ്കിലും 2 വാക്ക് പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിരുന്നോ? പോട്ടെ, മുകേഷിന്റെ വിഷയം വന്നു, എന്തെങ്കിലും ഒരു വാക്ക് ഇവർ വാ തുറന്ന് പറഞ്ഞോ? ശശി, PK ശശി, പിന്നെ ഈ പറയുന്ന വൈശാഖൻ തുടങ്ങി എത്രയോ സഖാക്കന്മാരുടെ ലൈംഗിക വൈകൃതങ്ങളുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നു. അവർ നടത്തിയ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് പുറത്തേക്ക് വന്നു. ഏതെങ്കിലും വനിതാ നേതാക്കൾ 2 അക്ഷരം ഇവരുടെ നേതാക്കന്മാർക്കെതിരെ പറഞ്ഞിരുന്നു? ഈ നേതാക്കന്മാരെ വലിച്ചു പുറത്തേക്കിടണം, പാർട്ടി മാന്യതയും മര്യാദയും കാണിക്കണമെന്ന് ഏതെങ്കിലും ഒരു കമ്പനി വാ തുറന്നു പറഞ്ഞോ? പക്ഷേ പറയില്ല. ഒരു PK ശ്രീമതിയുണ്ട്, എവിടെ ഈ പറയുന്ന പീഡനം നടന്നാലും മറ്റേ തീവ്രതയുടെ അളവുകോലും കൊണ്ട് നടക്കുകയാണ്. പക്ഷെ സ്വന്തം സഖാക്കന്മാരുടെ പീഡനത്തിൻ്റെ അളവ് അമ്മച്ചിക്ക് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് തീവ്രത പോരെന്നാണ് പറച്ചിൽ. അതായത് ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത നേതാക്കളാണ് CPMന്റെ വനിതാ നേതാക്കൾ. ഒന്നിനും കൊള്ളാത്ത കുറേ എണ്ണം. ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട്, എന്തെല്ലാം വിഷയങ്ങളിൽ ഇവർക്ക് ഇടപെടാം. അതിലൊന്നും ഒരക്ഷരം പോലും പറയാതെ ഇവർക്ക് ശത്രുക്കൾ എന്ന് തോന്നുന്ന ആൾക്കാരെ അങ്ങ് കൊന്നു തിന്നാൻ, പാതാളക്കുഴിയിലേക്ക് ചവിട്ടി താഴ്ത്താൻ അങ്ങ് രംഗത്തേക്ക് ഇറങ്ങും. അതാണ് അവസ്ഥ.
വീണ ജോർജിന് വീണ്ടും സീറ്റ് കൊടുത്തിരിക്കുന്നതിൽ വലിയ വിമർശനം പത്തനംതിട്ടയിലെ CPMകാർ തന്നെ ഉയർത്തുന്നുണ്ട്. കാരണം വീണ ജോർജ് ഈ പറയുന്നത് പോലെ തന്നെ തനി അഹങ്കാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പത്തനംതിട്ടയിലെ CPMകാർ പറയുന്നത്. മറ്റുള്ളവരെല്ലാം CPMകാർ തന്നെ പറയുന്നുണ്ട്. വീണ ജോർജിനെ കണ്ടുകൂടാത്ത എത്രയോ നേതാക്കളാണ് പത്തനംതിട്ടയിലുള്ളത്. ഈ പറയുന്ന വീണ ജോർജ് തോറ്റാൽ അത്ഭുതപ്പെടാനില്ല. കാരണം CPMകാർ തന്നെയായിരിക്കും അവരുടെ കുഴി തോണ്ടാൻ കാത്തിരിക്കുന്നത്. അത്രത്തോളം അഹങ്കാരവും അഹമ്മതിയുമാണ് അവരുടെ കയ്യിലിരിക്കുന്നതെന്ന് സ്വന്തം പാർട്ടിയിലുള്ളവർ പച്ചയ്ക്ക് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒന്നിനും കൊള്ളാത്ത കുറെ വനിതാ നേതാക്കളാണ് CPMനുള്ളത്. ആകെ പോകെ പറയാനുള്ളത് ഒരു ശൈലജ ടീച്ചറിനെയാണ്. ശൈലജ ടീച്ചറിനെ വെട്ടിയൊതുക്കാൻ പിണറായി തന്നെ കളിച്ച കളി കണ്ടതാണല്ലോ. മട്ടന്നൂരിൽ മത്സരിപ്പിക്കേണ്ട ശൈലജ ടീച്ചറിനെ പേരാവൂരിലേക്ക് കൊണ്ടു നിർത്തുകയാണ്. മട്ടന്നൂരിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ശൈലജ ടീച്ചർ കഴിഞ്ഞ തവണ വിജയിച്ചു കയറിയത്. ധർമ്മടത്ത് പിണറായി വിജയൻ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷമായിരുന്നു മട്ടന്നൂരിൽ ശൈലജ ടീച്ചർ നേടിയത്. മട്ടന്നൂരിൽ നിർത്തിയാൽ പുഷ്പം പോലെ ജയിക്കും ഈ പറയുന്ന ശൈലജ ടീച്ചർ. പക്ഷെ പേരാവൂരിലേക്ക് മാറ്റുമ്പോഴുള്ള പ്രതിസന്ധി, പേരാവൂർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മണ്ഡലമാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെയാണ് കൊണ്ട് നിർത്തിയിട്ടിരിക്കുന്നത്. അത് വെട്ടിച്ചിതറിക്കാനല്ലാതെ മറ്റെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇത്തരത്തിലാണ് CPMന്റെ ഇടപെടലുകൾ. അവിടെ എന്തായാലും ഈ പറയുന്ന സഖാത്തികൾക്കെല്ലാം നല്ല 8ന്റെ പണികളാണ് ഇത്തവണ പാർട്ടി കൊടുത്തിരിക്കുന്നത്. കാരണം ഇവരെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ 10 വോട്ട് പോലും കിട്ടത്തില്ലെന്നറിയാവുന്നത് കൊണ്ടാണ് ചിന്തയെയും ആര്യയെയും PP ദിവ്യയെയും തുടങ്ങി കുറെ എണ്ണത്തെ അങ്ങ് വെട്ടി മാറ്റിയത്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ യുവനിര എന്തായാലും അസ്വസ്ഥരാണ്. വെള്ളപൂശാനും ചാനൽ ചർച്ചകളിൽ ചാവേറാകാനും ഞങ്ങൾ വേണം. പക്ഷെ സീറ്റ് കൊടുക്കാൻ പാർട്ടിക്ക് ധൈര്യമില്ല. ഭരണ തുടർച്ചയെന്ന ഏക ലക്ഷ്യത്തിലേക്ക് CPM കണ്ണുവെച്ചപ്പോൾ ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ യുവരക്തങ്ങൾക്കും പുതുമുഖങ്ങൾക്കും കടുത്ത നിരാശയാണുള്ളത്. ചാനൽ ചർച്ചകളിൽ പാർട്ടിക്ക് വേണ്ടി തൊണ്ടകീറി വാദിക്കുന്നവരും AKG സെന്ററിലെ വിശ്വസ്തരുമായ പല പ്രമുഖ യുവ നേതാക്കളും ഇക്കുറി പുറത്താണ്. M സ്വരാജ്, PM ആർഷോ, ചിന്താ ജെറോം തുടങ്ങിയ പ്രമുഖർ പാർട്ടിയിൽ പട്ടികയിൽ ഇടം പിടിക്കാത്തത് സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചയ്ക്കും ട്രോളിനും ഒക്കെ തന്നെ വഴിവെച്ചിട്ടുണ്ട്. മാധ്യമ പ്രവർത്തനം വിട്ട് രാഷ്ട്രീയത്തിലിറങ്ങിയ MV നികേഷ് കുമാറിനും ഇത്തവണ CPM സീറ്റ് നൽകിയില്ല. ഗോവിന്ദൻ പരമാവധി ശ്രമിച്ചിരുന്നു നികേഷിന് ഒരു സീറ്റ് ഒപ്പിച്ചു കൊടുക്കാൻ, പക്ഷെ അങ്ങോട്ട് ഏറ്റില്ല. ചാനൽ ചർച്ചകളിൽ പാർട്ടിയുടെ മുഖമായി നിന്ന് എതിരാളികളെ നേരിടുന്ന പലരും പട്ടികയിൽ വെട്ടിനിരത്തപ്പെട്ടു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്, DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ്, SFI നേതാക്കളായ PM ആർഷോ, M ശിവപ്രസാദ്, മുൻ വനിതാ കമ്മീഷൻ അംഗം ചിന്താ ജെറോം എന്നിവർക്കൊന്നും സീറ്റ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവരുടെ ഗ്രൂപ്പുകൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചാനൽ ചർച്ചകളിൽ സ്ഥിരമായി എത്താറുള്ള KS അരുൺകുമാർ, ജെയ്സി തോമസ് എന്നിവരെയും ഇക്കുറി പരിഗണിച്ചില്ല. ചാനലുകളിൽ പോയി പാർട്ടിക്ക് വേണ്ടി വാദിക്കുകയും പലപ്പോഴും പ്രതിരോധത്തിലാകുകയും ചെയ്യുന്നവർക്ക് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന വികാരം ഒരു വിഭാഗം പ്രവർത്തകർക്കുമുണ്ട്. ഇതുമാത്രമല്ല, യുവനിരയെ ഭയപ്പെടുത്തുന്ന, അവരെ ആശങ്കപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നതുകൊണ്ട് 3ാം തവണ അധികാരം കിട്ടാൻ പാടാണ്. അങ്ങനെയെങ്കിൽ ഇനി ഏത് കാലത്ത് അധികാരം കിട്ടും എന്നുള്ളതാണ് അവരെ വലയ്ക്കുന്ന ഒരു പ്രതിസന്ധി. എങ്ങനെയും 3ാം വട്ടം അധികാരം പിടിക്കുക എന്നുള്ള നീക്കത്തിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്. ഇക്കുറി പിടിച്ചാൽ പിടിച്ചു, അതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പട്ടികയിൽ ഉൾപ്പെടാൻ എല്ലാവരും ഒന്ന് കൊതിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഭരണ തുടർച്ച ഉറപ്പാക്കാൻ പയറ്റി തെളിഞ്ഞ പഴയ മുഖങ്ങളെ തന്നെ കളത്തിലിറക്കാനാണ് CPMന്റെ തീരുമാനം. 75 സ്ഥാനാർത്ഥികളിൽ വെറും 13 പേർ മാത്രമാണ് പുതുമുഖങ്ങൾ. സിറ്റിംഗ് MLAമാരിൽ ഭൂരിഭാഗത്തെയും നിലനിർത്തിയത് യുവ നേതാക്കളുടെ മോഹങ്ങൾക്ക് പാരയായിട്ടുണ്ട്. മട്ടന്നൂരിൽ VK സനോജ് മാത്രമാണ് യുവ പ്രാതിനിധ്യമായി എടുത്തു പറയാവുന്ന പുതുമുഖം. തലശ്ശേരിയിൽ ഷംസീറിനെ വെട്ടിനിരത്തിയതിൽ ഷംസീർ പക്ഷക്കാർ വലിയ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തുണ്ട്. വനിതാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും കാര്യമായ വർധനവൊന്നുമില്ല. 10 വനിതകളാണ് പട്ടികയിലുള്ളത്. മന്ത്രിമാരായ വീണ ജോർജ്, R ബിന്ദു എന്നിവർക്കൊപ്പം KK ശൈലജ വീണ്ടും ജനവിധി തേടുന്നുണ്ട്. അതാണ് ആകെയുള്ളൊരു ആശ്വാസം. പാർട്ടിക്ക് വേണ്ടി ഊർജ്ജസ്വലരായി നിന്ന യുവ നേതാക്കളെ വെട്ടിനിരത്തിയെന്ന പ്രചാരണം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. എന്നാൽ വിജയസാധ്യത മാത്രമാണ് മാനദണ്ഡമെന്നും ഭരണ തുടർച്ചയാണ് ലക്ഷ്യമെന്നുമാണ് പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന വിശദീകരണം. സ്ഥാനാർത്ഥി നിർണയത്തിൽ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കുമൊക്കെ തെറ്റില്ലാത്ത പ്രാതിനിധ്യം നൽകിയിരുന്ന CPM പക്ഷേ ഇത്തവണത്തെ നിയമസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പതിവ് തെറ്റിച്ചു എന്നതാണ് വസ്തുത. ഭരണ തുടർച്ച എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായപ്പോൾ സ്ഥാനാർത്ഥികൾ ഒട്ടുമിക്കവരും പഴയ മുഖങ്ങൾ തന്നെ, പേരിന് മാത്രമായി ചില പുതുമുഖങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമാണ് ഈ തീരുമാനങ്ങളെല്ലാം എടുത്തത്.
സിറ്റിംഗ് MLA-മാരിൽ ഒട്ടുമിക്കവരും മത്സരിക്കട്ടെ എന്ന തീരുമാനം പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും തിരിച്ചടി ഉണ്ടാക്കിയത്. ഇതുവരെ പ്രഖ്യാപിച്ച പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന 75 പേരിൽ 13 പേർ മാത്രമാണ് പുതുമുഖങ്ങളെന്ന് പറയാവുന്നത്. അതിൽ തന്നെ യുവാക്കളും വനിതകളും വളരെ കുറവാണ്. ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവിന്റെ പേരുമുണ്ട്. ആര്യയ്ക്ക് ഇത് മാത്രമാണ് ആകെ ഒരു ആശ്വാസമുള്ളത്. കാരണം ഭർത്താവിനെങ്കിലും സീറ്റ് കൊടുത്തല്ലോ എന്നുള്ള ആവേശം. പക്ഷേ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന മണ്ഡലം തിരുവനന്തപുരമായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് അവരൊരു സീറ്റ് മോഹിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ പറയുന്ന നേമത്ത് അതെല്ലാം അടപടലം പാളിപ്പോയി എന്നുള്ളതാണ് വസ്തുത. ഇവിടെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക അതിലൂടെ വ്യക്തമാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കിയ നേതാക്കന്മാരിൽ പലരെയും മാറ്റി നിർത്തി. അതുകൊണ്ട് തന്നെയാണ് സഖാത്തികളിൽ പലർക്കും സീറ്റ് കിട്ടാതെ പോയത്. അല്ലെങ്കിൽ കണ്ണൂരിൽ ഉറപ്പായും ഈ പറയുന്ന PP ദിവ്യയ്ക്ക് ഒരു സീറ്റ് കിട്ടുമായിരുന്നു. പക്ഷേ അവരുടെ കയ്യിലിരിപ്പാണ് അതിനെല്ലാം കാരണമായത്. അതായത് പാർട്ടി ഏകദേശം ചില കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. ഇനിയും ഈ പറയുന്ന ധാർഷ്ട്യവും മസിൽ പിടുത്തവും കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നാൽ പോയി പണി നോക്കണേന്ന് നാട്ടുകാർ പറയും. അവര് വോട്ട് നിങ്ങളുടെ നെഞ്ചത്ത് കൊണ്ടുവന്ന് കുത്തും. ആ പേടി ഇപ്പോൾ പാർട്ടിക്ക് തോന്നി തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ബലം പിടുത്തം മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെയും അഭിപ്രായമൊക്കെ പരിഗണിച്ച് പേരുകൾ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഈ പറയുന്ന PP ദിവ്യയും ചിന്താ ജെറോമും ആര്യ രാജേന്ദ്രനെയും ഒക്കെ നിർത്തുകയാണെങ്കിൽ ഉറപ്പായും പാർട്ടിക്കാർ തന്നെ അവരെ തോൽപ്പിച്ച് കയ്യിൽ കൊടുത്തേനെ. അത് പാർട്ടിക്ക് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് ഇവരെയൊക്കെ പട്ടികയ്ക്ക് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഉറപ്പായും സീറ്റ് കിട്ടേണ്ടതാണ്. കാരണം പാർട്ടിയിലെ ചില ഉന്നതന്മാർക്ക് വേണ്ടപ്പെട്ടവരാണ് ഇവരൊക്കെ. ജനങ്ങൾക്കും മുകളിലല്ല പിണറായി വിജയൻ എന്നൊക്കെ ഇപ്പോൾ ഏകദേശം ഇവർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങ് കൊമ്പത്തൂന്ന് താഴോട്ടിറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.